ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാത്രി ഇന്നലത്തെയൊക്കെ എന്ത് പ്രശ്നമാണ്. രാത്രി 10 മണി മുതൽ 10 വരെ സപ്ലൈ പോയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടില്ലോ ഒക്കെ ചെയ്തിട്ടും സംഗതി റെഡി ആവണല്ലോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡർ ട്രിപ്പ് ആവുന്നതിന്റെ കാര്യം ആൾക്കാരെല്ലാം ലോഡ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ല. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അത്ര ചൂടാണ് ഇപ്പൊ. അപ്പൊ ഈ ചൂടും ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഓരോ വീട്ടുകാർക്കും ചെയ്യാവുന്ന കാര്യം വീട്ടിലെ കറണ്ട് ആവശ്യം അത്യാവശ്യത്തിന് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പൊതുസമൂഹത്തെ സഹായിക്കുകയും ചെയ്യാം. എപ്പോഴും ട്രിപ്പ് ആവുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതിന് ചെയ്യാൻ നിങ്ങള് TV കണ്ടോ, ഫാൻ ഇട്ടോ, ലൈറ്റുകളൊക്കെ ഇട്ടോ, പക്ഷെ AC ഇട്ടോ, ഒരു കുഴപ്പമില്ല. AC ചെയ്യുന്ന സമയത്ത് ഒരു 26, 27, 26, 27 ആണെങ്കിൽ ബെസ്റ്റാണ്. കുളിരും കിട്ടും, നമുക്കൊരു കുളിരും കിട്ടും. പുതപ്പ് അധികം പുതച്ച് കിടക്കാൻ വേണ്ട. പക്ഷെ ചെയ്യേണ്ട കാര്യം അതിനേക്കാൾ അപ്പുറമാണ്. ആ 8 മണി മുതൽ 11 മണി വരെയാണ് ഏറ്റവും കൂടുതൽ ഓടുള്ളത്. ആ സമയത്ത് ഉറപ്പായിട്ടും ആ ഫ്രിഡ്ജ് ഒന്ന് ഊരിയിടുക. ഫ്രിഡ്ജ് ഒന്ന് ഊരിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് ഡബിൾ ഡോറും പിന്നെ മുകളിൽ ഹൈറ്റൊക്കെ ഉള്ളതാണ് അല്ലേ, ഹൈറ്റ് അല്ലേ. അത് 100 മുതൽ 350 വരെ വാട്സാണ്. അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനകത്ത് തണുപ്പ് പുറത്തോട്ട് പോകില്ല. അപ്പൊ 8 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് അതൊന്ന് ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഫ്രിഡ്ജുകളും ആ സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ലോഡാണ്. ആ സമയത്ത് ട്രാൻസ്ഫോമറിന്റെ ഒരു ആശ്വാസമാണ്, നമ്മുടെ കറണ്ട് ആവശ്യത്തിന് കുറഞ്ഞിട്ടും. പിന്നെ ഇത്രയും നേരം ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജ് അതിനൊരു ആശ്വാസം കിട്ടും, അതിന് റെസ്റ്റ് കിട്ടും. സത്യമല്ലേ? പിന്നെ രണ്ടാമത്തെ പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വീട്ടിൽ കറണ്ട് കാശ് അധികം വരാറില്ല. എന്താ വെച്ചാല് ഞാനും ഈ പറഞ്ഞ കൂട്ടി 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാറുണ്ട് രാത്രി സമയങ്ങളിൽ. പിന്നെ കിടക്കാൻ നേരത്ത് 11 മണി 11:30 ഒക്കെ ആകുമ്പോഴേ ഞാൻ കിടക്കും. ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാ കുടുംബിനികൾക്കും ചെയ്യാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് കറണ്ട് കാശ് ലാഭിക്കാൻ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അതിന്റെ ഇത് കിട്ടും. മറ്റുള്ള ആളുകൾക്കും കിട്ടും. ട്രാൻസ്ഫോമർ ഒരു ആശ്വാസം, നമ്മുടെ കറണ്ട് ആവശ്യത്തിന് കുറയും. ഈ ഫ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒരു 8 മണിക്ക് അങ്ങോട്ട് ഓഫ് ചെയ്തോ. 8 മണിക്ക് ഓഫ് ചെയ്തിട്ട് 11 മണിക്ക് ഓൺ ചെയ്തോ. ഒരു 3 മണിക്കൂർ അതിൽ നിന്ന് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഒരു കാര്യം ആ സമയത്ത് ഈ 7 മുതൽ 11 മണി വരെ സമയത്ത് തേപ്പോട്ടി ഇടരുത്. പിന്നെ മോട്ടർ ഇടരുത്. തേപ്പോട്ടി ഇടരുത്, മോട്ടർ, ഇതെല്ലാം നല്ല ഓട് വലിക്കുന്ന സാധനമാണ്. നമ്മൾ ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ LED ലൈറ്റുകളൊക്കെ പണ്ടേ തുടങ്ങി 6 മണി തുടങ്ങി മോട്ടർ, തേപ്പോട്ടി, മിക്സി ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് എല്ലാ ആളുകൾക്കും ഞാൻ പൊതുവെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് അതുകൊണ്ട് എനിക്കൊരു മോശവും വന്നിട്ടില്ല. കറണ്ട് കാശിന് നല്ല ലാഭമുണ്ട്. ഇത്ര വലിയ കറണ്ട് കാശ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചെയ്യാം. ആ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ആ ഭിത്തിന്നും കൂടെ ഒരു അകത്തിയും കൂടെ വെക്കണം. അതിന്റെ അകത്തെ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് എടുക്കലാണ് ഫ്രിഡ്ജിന്റെ പണി. അപ്പൊ അത് ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം. ഇത്ര ചെയ്ത ഒരു അത്യാവശ്യം ഒരു സമയം, ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ ഫ്രിഡ്ജ് 8 മണി മുതൽ ഒന്ന് ഓഫ് ചെയ്യുക. മോട്ടർ ഇടാതിരിക്കുക. പിന്നെ തേപ്പോട്ട് ഉപയോഗിക്കാതിരിക്കുക. വാഷിംഗ് മെഷീനൊക്കെ ആ സമയത്ത് ഇതൊക്കെ പകല് ചെയ്യാം, രാവിലെ ചെയ്യാം. തേപ്പൂട്ടിയൊക്കെ ഉച്ച നേരത്തൊക്കെ തേക്കാവുന്നതാണ്. അതേപോലെ മോട്ടർ വെള്ളം ഇല്ലെങ്കിൽ രാവിലെ അടിക്കാം. ഈ രാത്രിയിലേക്ക് ഒരു കാര്യവും പറ്റാതിരിക്കണേന്നുണ്ട്. ഞാനത് പണ്ട് തുടങ്ങി എന്റെ ജീവിതത്തിൽ ഞാൻ അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ശീലിച്ചോണ്ട് പോകണം. അങ്ങനെ ചെയ്യണം. അങ്ങനെ എല്ലാവരോടും ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നും അതില് ഞാൻ ഓഫ് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ടും ഓഫ് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അവൻ പോയി കഴിയുമ്പോ ഞാൻ ഓഫ് ചെയ്യും. എന്തായാലും ഓഫ് ചെയ്യും. ഓക്കെ, താങ്ക് യു.